Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. If a signal is sampled at a rate lower than the Nyquist rate, which of the following occurs? അപ്പോൾ സാമ്പിളിംഗ് തിയറത്തിൽ നമ്മൾ പറയുന്നുണ്ട് സാമ്പിളിംഗ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM ആണ് അല്ലേ. FM എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസി. അപ്പോൾ അതിനെയാണ് Nyquist rate എന്ന് പറയുന്നത്. ഇവിടെ സാമ്പിളിംഗ് നടത്തിയിരിക്കുന്നത് ലോവർ ദാൻ ദ Nyquist rate ആണ്. ലോവർ ദാൻ ദ Nyquist rate നടന്നാൽ എന്ത് വരും? ഏലിയാസിങ് ഇഫക്റ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഏലിയാസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവർലാപ്പ് ഇൻ ഫ്രീക്വൻസി കോമ്പണൻസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ സാമ്പിളിംഗ് ഈസ് മോഡൽഡ് യൂസിങ്. പ്രാക്ടിക്കൽ സാമ്പിളിംഗ് മോഡൽ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് വെച്ചിട്ടാണ് റിയൽ സിസ്റ്റത്തിൽ നമ്മൾ സാമ്പിളിംഗ് നടത്തുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, to avoid aliasing during sampling, the signal should first pass through. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഏലിയാസിങ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഏലിയാസിങ്? Nyquist റേറ്റിനും ബിലോ ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ സാമ്പിളിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏലിയാസിങ് ഓക്കർ ചെയ്യും. അപ്പോൾ ഏലിയാസിങ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സിഗ്നലിനെ ലോ പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? ആ സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ലിമിറ്റ് ചെയ്യും ബിഫോർ സാമ്പിളിംഗ്. ഇതിനെയാണ് ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർസിവൽസ് തിയറം ഈസ് വാലിഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് സിഗ്നൽ? പാർസിവൽസ് തിയറം വാലിഡ് ആയിട്ടുള്ളത് ഫോർ ഓൾ സിഗ്നൽസ് വിത്ത് ഫൈനൈറ്റ് എനർജി ഇൻ ബോത്ത് ടൈം ആൻഡ് ഫ്രീക്വൻസി ഡൊമെയിൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫൈനൈറ്റ് ലെങ്ത് സിഗ്നൽ. ഫൈനൈറ്റ് ലെങ്ത് സിഗ്നലിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഷുഡ് ബി പീരിയോഡിക് ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിൽ വരുന്ന സിഗ്നൽസ് ഓൾവേസ് പീരിയോഡിക് ആയിരിക്കാം വിത്ത് പീരീഡ് 2π. ആ സിഗ്നൽ ഫൈനൈറ്റ് ലെങ്ത് ആണെങ്കിലും ഇൻഫൈനൈറ്റ് ലെങ്ത് ആണെങ്കിലും അതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 2π ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പീരിയോഡിക് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. The Parseval's relation for continuous time Fourier transform implies that the total energy in the time domain is. കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിലെ പാർസിവൽസ് തിയറം എന്താണെന്നാണ് പറയുന്നത്. ഇൻ ദ ടോട്ടൽ എനർജി ഇൻ ദ ടൈം ഡൊമെയിൻ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ടോട്ടൽ എനർജി ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ നോർമലൈസ്ഡ് ബൈ ദ സിഗ്നൽസ് ഡ്യൂറേഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. അത് ടൈം ഡൊമെയിനിൽ അതിൻ്റെ ടോട്ടൽ എനർജി തന്നെയായിരിക്കും ഫ്രീക്വൻസി ഡൊമെയിലും വരിക, പക്ഷേ നോർമലൈസേഷൻ ഫാക്ടർ വരും അതിന് സിഗ്നലിൻ്റെ ഡ്യൂറേഷനെ ബേസ് ചെയ്തിട്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. പാർസിവൽസ് തിയറം ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ. ആക്ച്വലി എന്തിനാണ് പാർസിവൽസ് തിയറം യൂസ് ചെയ്യുന്നത്? എനർജി കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ? ബി ആണ്, എനർജി ഓഫ് എ സിഗ്നൽ ഇൻ ദ ടൈം ഡൊമെയിൻ. ദ Nyquist rate ഫോർ എ സിഗ്നൽ ബാൻഡ് ലിമിറ്റഡ് ടു 5 kHz ഈസ്. Nyquist rate അല്ലേ. Nyquist rate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2FM ആണ്. FM എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസി. സിഗ്നൽ ബാൻഡ് ലിമിറ്റഡ് ടു 5 kHz ആണ്. അപ്പോൾ മാക്സിമം ഫ്രീക്വൻസി ഇവിടെ 5 ആണ്. അപ്പോൾ Nyquist rate എന്ത് വരും? 2 times 5, that is 2 into 5 equal to 10 kHz. Option C ആണ് ആൻസർ. Next question, which signal can be reconstructed exactly from its samples? Option C ആണ്, any band limited signal sampled at greater than or equal to Nyquist rate. അതായത് ആ സാമ്പിളിംഗ് തിയറി ആണ് പറയുന്നത് അല്ലേ. സാമ്പിളിംഗ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് റീകൺസ്ട്രക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സിഗ്നലെ സാമ്പിൾ ചെയ്യുന്നത് ഏത് റേറ്റിലായിരിക്കണം? Nyquist റേറ്റിനെ ഗ്രേറ്റർ ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Nyquist റേറ്റ് ആയിരിക്കണം. അതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. ദ സ്പെക്ട്രം ഓഫ് എ സാമ്പിൾഡ് സിഗ്നൽ. ഓപ്ഷൻ സി ആണ്, പീരിയോഡിക് ഇൻ ഫ്രീക്വൻസി. അതായത് ടൈം ഡൊമൈനിൽ ഉള്ള സിഗ്നലിനെ നമ്മൾ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? ഫ്രീക്വൻസി ഡൊമൈനിലുള്ള പീരിയോഡിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ അത് പീരിയോഡിക് ഇൻ ഫ്രീക്വൻസി ആയിരിക്കും. ആ സാമ്പിൾഡ് സിഗ്നലിൻ്റെ ടൈം ഡൊമൈനിലെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിലെ പീരിയോഡിക് സിഗ്നലാണ് നമുക്ക് കിട്ടുക. പീരിയോഡിക് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ ആണ്, പീരിയോഡിക് ഇൻ ടൈം ഡൊമൈൻ അല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സാമ്പിളിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും. പിന്നെ പാർസിവൽസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.